ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് ഒരു നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്ലൗസ് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് 1 മീറ്ററിൻ്റെ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പീസ് ഒന്ന് നിവർത്തിയിടാം. എന്നിട്ട് ചീത്ത സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് നമുക്ക് എത്രയാണോ ചെസ്റ്റ് വിട്ട് അതനുസരിച്ച് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചീത്ത സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെസ്റ്റ് വിട്ട് എത്രയാണെന്ന് നോക്കാം. അപ്പം ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറു സൈഡ് വരെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 17 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് വിട്ട് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് വിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. നമുക്ക് 8.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ 8.5 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ചെങ്കിലും കൂടുതലായിട്ട് വരുന്ന രീതിയിലാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് ഇടാനായിട്ട്. കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രയും ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടു. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ബ്ലൗസിൻ്റെ പീസിൽ നിന്ന് നമുക്ക് കുറച്ച് ക്ലോത്ത് പോലും വേസ്റ്റ് ആക്കാനില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് മാത്രം ഇതുപോലെ അളന്ന് നോക്കി ഫോൾഡ് ചെയ്തിട്ട് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ആ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്ത് ടേപ്പ് വെച്ചിട്ട് ബ്ലൗസ് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ലെങ്ത് എടുക്കുക. നമ്മൾ ഇട്ട ബ്ലൗസൊക്കെ ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് വെച്ച ശേഷമൊക്കെ അളവെടുക്കുക. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് അളവ് കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ 14 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. മുകളിൽ 1/2 ഇഞ്ച് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി വേണം. അതുപോലെ തന്നെ താഴെ നമുക്കൊരു 1/2 ഇഞ്ച് വേണം. അതും കൂടെ ചേർത്ത് 15 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം 14 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്. 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 15 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറാണ് എടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ടാണ് എടുക്കാൻ. ആ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം മുതൽ മറു സൈഡിൽ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സൈഡ് വരെയുള്ള അളവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 10 ഇഞ്ചാണ് കിട്ടുന്നത് അവിടെ. അപ്പോൾ നമുക്ക് 2 സൈഡും സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വീതം വേണം. അതും കൂടെ ചേർക്കുമ്പോൾ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 11 ഇഞ്ചാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. 5.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? നമുക്ക് 10 ഇഞ്ച് വരുന്നു. 2 സൈഡും 1/2 ഇഞ്ച് വീതം സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അതും കൂടെ ചേർത്ത് എത്ര 5.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് ആണ് നോക്കേണ്ടത്. അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കുക. ഇതുപോലെ താഴോട്ട് പിടിച്ചൊന്നും വയ്ക്കരുത്. ആ ആം ഹോളിൻ്റെ ആ കർവ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡറിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ടേപ്പ് മുകളിലോട്ട് കയറ്റി വയ്ക്കണം. എന്നിട്ട് ടേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് പിടിച്ചിട്ട് ആം ഹോൾ അവസാനിക്കുന്ന ആ ഒരു ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ? ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് അവിടെ കിട്ടും. കണ്ടോ? എനിക്കിവിടെ 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ കോണായിട്ട് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 5.5 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴത്തായിട്ട് 5.5 ഇഞ്ച് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്ത ശേഷം ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇനി ആ ലൈനിൽ തന്നെ നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ 8.5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് കിട്ടിയത് അല്ലേ? നേരത്തെ നമ്മളിതുപോലെ നോക്കിയപ്പോൾ 17 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയാണ് 8.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് സീം അലവൻസ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ നമുക്ക് ബ്ലൗസിനൊക്കെ സീം അലവൻസ് എടുക്കാം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് തന്നെ കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആം ഹോളിൻ്റെ ലെങ്ത് എടുത്തപ്പോൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ? കറക്റ്റ് ആ ഒരു കോണായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന്. ഇനി ആ പോയിന്റും നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അവിടെ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും. 1/2 ഇഞ്ച് അല്ല, ഒരു 1/4 ഇഞ്ച് പോകും. അതുകൂടെ ചേർത്ത് നമുക്ക് 1.5 ഇഞ്ചായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 5.5 ഇഞ്ചായിരുന്നു. അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. 2.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 3 പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ആദ്യം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗമൊക്കെ വയ്ക്കുക. ഷോൾഡറും നെക്കും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. വെച്ചിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ മലന്ന് പോകരുത്, കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് കിട്ടുന്നത്. 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് വീതം നമുക്ക് പോകും. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് 7 ഇഞ്ച് കിട്ടുക. കാരണം 2 സൈഡ് 1/2 ഇഞ്ച് വീതം സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലോട്ട് പോകും. അപ്പോൾ 6 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 6ൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 6ൻ്റെ പകുതി നമുക്ക് 3 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ 3 ഇഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടും? 3.5 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ നിവർത്തി വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് 7 ഇഞ്ച് നമുക്കവിടെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ഇറക്കം മാർക്ക് ചെയ്യണം. അത് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് പിടിച്ചിട്ട് നെക്ക് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ എത്തുമ്പോൾ ഇതുപോലെ ടേപ്പ് മടക്കി പിടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കൂടുതൽ നമ്മൾ മുകളിലോട്ടൊന്നും കയറ്റി വെക്കേണ്ട. ആ ജോയിൻറ്റ് വരുന്ന അനുസരിച്ച് നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് നെക്ക് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 7.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒതുങ്ങി വരുന്ന രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് കൂടി റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. എങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. നെക്കൊന്ന് നന്നായിട്ട് റാ പോലെ വരുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് നോക്കണം. കണ്ടോ, എനിക്കിവിടെ 15 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ചാണ് വരുന്നത്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി മുകളിൽ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്തിരുന്നു. അത് തന്നെ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പോയിൻറ്റും യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ബോഡി ഷേപ്പാണ്. മറ്റത് നമ്മൾ സീം അലവൻസും കൂടെ ചേർത്തിട്ടുള്ളതാണ് ആ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബാക്കിലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് കറക്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വിഡ്ത്തില്ലേ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഫ്രണ്ടിലത്തേക്ക് വേണ്ടി ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പീസ് ഒന്ന് അതിൻ്റെ പുറത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിനെക്കാട്ടിലും ഒരു 2.5-3 ഇഞ്ച് എക്സ്ട്രാ വരണം. മനസ്സിലായോ? ആ രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കയറ്റി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ 1/4 ഇഞ്ച് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കണില്ലേ, അതിൻ്റെ സ്ഥാനത്ത് 1/2 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈനിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ 1/4 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ പട്ടയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പായിട്ട് നമ്മൾ കൊടുത്തതാണ് ആ 1/4 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ലൈനിൽ വെച്ചിട്ടാണ്, കണ്ടോ, ഈ മടക്ക് കറക്റ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ടാണ് ഞാൻ ബാക്കി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ആം ഹോളിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും മാത്രം ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. താഴോട്ടൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നെക്ക് വിട്ട് 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 5.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതേ അളവ് തന്നെയാണ് ഫ്രണ്ടിലും. ഇനി നമുക്ക് ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ടേ. നമുക്ക് അതിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണ് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ അളന്നെടുത്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെക്കുക ടേപ്പ്. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ലെങ്ത് എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് ആ കോണായിട്ട് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ പോയിൻറ്റും നമ്മുടെ ആ സ്ലീവ് ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗവും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 1 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് പോവും. അതുകൂടെ ചേർത്ത് 1.25 ഇഞ്ച്.
അപ്പോൾ ഞാനിവിടെ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യണം. അതിന് മുൻപായിട്ട് നമ്മുടെ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് കയറി വരുന്ന രീതിയിലാണ് ഞാനിവിടെ ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തെടുത്തത്. ഇനി നിങ്ങൾക്ക് 1/2 ഇഞ്ച് വേണമെങ്കിൽ കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് വരുന്ന ഭാഗമില്ലേ, അവിടെ കൂടി ഇതുപോലെ ടേപ്പ് പിടിച്ചു വെച്ച് നോക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് താഴത്തായിട്ട് വെച്ച് നോക്കണം. ആ ജോയിൻറ്റ് വരുന്ന ഭാഗം വിട്ടിട്ട് കറക്റ്റ് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ നോക്കുക. കണ്ടോ, കറക്റ്റായിട്ട് എനിക്കിവിടെ 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്. ഇതുപോലെ തന്നെ ബാക്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാക്കിൽ നമ്മൾ നേരത്തെ നോക്കിയില്ല, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി നെക്കിൻ്റെ ലെങ്ത് നോക്കണം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കുക. എനിക്കിവിടെ 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 5.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം അവിടെ നമുക്ക് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുകൂടി വരുന്ന രീതിയിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് ഇത്തിരി ഒതുങ്ങി കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ മുതൽ മെയിൻ ടക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റില്ലേ, ആ പോയിൻ്റ് വരെയുള്ള ലെങ്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ചു നോക്കുക. ആ ടേപ്പും ആ തുണിയും ഒരുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചു നോക്കുക. അല്ലാതെ നമുക്ക് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക് ടക്കൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ പിടിച്ച് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 9.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള ലെങ്താണ് 9.5 ഇഞ്ച്. അപ്പോൾ മുകളിൽ ജോയിൻറ്റ് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അതും കൂടെ ചേർത്ത് ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ആ മെയിൻ ടക്കിൻ്റെ ലെങ്താണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഉള്ള ലെങ്ത് നോക്കണം. അപ്പോൾ 2.25 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അവിടെ താഴത്തെ ആ ബാൻഡ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് പോവും. അതും കൂടെ ചേർത്ത് 3 ഇഞ്ചായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നമുക്ക് ലൈൻ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ നെക്കിൻ്റെ അവിടെ മുതൽ ആദ്യത്തെ ആ ടക്കില്ലേ അതുവരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 2.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ നെക്കിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ജോയിൻറ്റ് പോവും. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ ടക്കിൻ്റെ വീതി എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 1/4 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം 1/2 ഇഞ്ചിൻ്റെ ടക്കാണ് നമ്മളവിടെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1/4 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പം 2.25 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ടക്കിൻ്റെ ആ ഒരു ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ലെങ്ത് 2.5 ഇഞ്ചാണ് കിട്ടുന്നത്. കണ്ടോ, 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹുക്ക് വയ്ക്കുന്ന ആ ഒരു സൈഡിൽ നിന്നാണ് നോക്കേണ്ടത്. മറ്റേ നമ്മൾ ഐ വയ്ക്കുന്ന സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്തല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് ഹുക്ക് വയ്ക്കുന്ന സൈഡിൽ നിന്ന് നോക്കുക. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് 2 സൈഡും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻ്റ് ഇതുപോലെ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിലോട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ മെയിൻ ടക്കും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ടക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 1.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ ഈ ബസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുപോലെ ചരിച്ചൊന്ന് പിടിക്കുക. എവിടെയാണോ നമുക്ക് 1.5 ഇഞ്ച് കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ ആ 1.5 ഇഞ്ച് വരണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെ ചെരിച്ച് പിടിച്ചിട്ട് കറക്റ്റായിട്ട് 1.5 ഇഞ്ച് കിട്ടുന്നിടത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ മെയിൻ ടക്കിൻ്റെ ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴെ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ മെയിൻ ടക്കിൻ്റെ
വീതി എത്രയാണെന്ന് നോക്കാം. 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 1.25 ഇഞ്ച് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1.25 ഇഞ്ച് വീതം രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് മുകളിലോട്ട് ചരിച്ചതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മെയിൻ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ടക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടക്ക് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവ് ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗത്തൂടെ ഇതുപോലെ ടേപ്പ് പിടിച്ചു വെച്ച് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 1/2 ഇഞ്ച് താഴത്തായിട്ട് വെച്ച് നോക്കണം. കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഈ 1/2 ഇഞ്ച് താഴത്തായിട്ട് വെച്ച് നോക്കുന്നത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ അത് പോയിട്ടാണ് നമ്മൾ നോക്കുന്നത്. 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ടക്കിൻ്റെ ലെങ്ത് നോക്കണം. ലെങ്ത് കറക്റ്റായിട്ട് ഇതുപോലെ നോക്കാം. അപ്പോൾ എനിക്കിവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി ഈ മെയിൻ ടക്കും ഈ ടക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ അവിടെ എനിക്ക് കറക്റ്റ് 1.5 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ ഒരു ലൈനിലോട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 4.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആം ഹോളിൻ്റെ അവിടെ ജോയിൻറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് 4 ഇഞ്ച് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത ശേഷം രണ്ട് സൈഡും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് മുതൽ ആദ്യത്തെ ആ ടക്ക് വരെയുള്ള ലെങ്ത് 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ടക്ക് മുതൽ ബാൻഡ് വരെയുള്ള ലെങ്ത് 2 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാൻഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് വേണം. അത് കൂടെ ചേർത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സൈഡിലെ ആ ഒരു ലെങ്ത് നോക്കണം. അപ്പോൾ നമുക്കത് നോക്കേണ്ടത് നമ്മുടെ ആം ഹോള് എൻഡ് ചെയ്യുന്ന ഭാഗം മുതൽ ബാൻഡ് ജോയിൻറ്റ് ചെയ്ത് വരുന്ന ഭാഗം വരെയുള്ള ലെങ്താണ് നോക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. 4.25 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലും താഴെയും സീം അലവൻസ് വേണം. അതുകൂടെ ചേർത്ത് ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ 1/2 ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ആം ഹോൾ കയറിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. 8 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആം ഹോൾ റൗണ്ട് നമുക്കവിടെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ 5.5 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. 4.25 ഇഞ്ച് കിട്ടി. നമ്മൾ സീം അലവൻസും കൂടെ ചേർത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. കണ്ടോ, ഇവിടെ നിന്നും ഇതുപോലെ വളച്ച് ഈ ഒരു പോയിൻ്റ് വരെ മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ മെയിൻ ടക്ക് മാർക്ക് ചെയ്തില്ല, ആ ഒരു ലൈൻ അങ്ങനെ തന്നെ വേണം. അത് കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റാണ് ഇതുപോലെ വളച്ച് യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മെയിൻ ടക്ക് വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 2.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കറക്റ്റ് 2.25 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഈ ടക്ക് കഴിഞ്ഞിട്ടുള്ള ലെങ്ത് നോക്കണം. കണ്ടോ, ഇതുപോലെ പിടിച്ച് നോക്കണം. 5.5 ഇഞ്ച്, അതും ഇതുപോലെ തന്നെ ടക്ക് കഴിഞ്ഞിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആദ്യം മെയിൻ ടക്ക് വരെയുള്ള ലെങ്ത് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ 2.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ടക്ക് കഴിഞ്ഞിട്ടുള്ള ലെങ്ത് 5.5 ഇഞ്ച്, അതും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ സീം അലവൻസ് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ 2 ഇഞ്ച് അവിടെ സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ ജോയിൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഭാഗമില്ലേ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലത്തേക്കുമായിട്ട് നമുക്ക് ഓരോ പീസായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് താഴെ ബാൻഡിനുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതൊന്ന് കട്ടിക്കൊന്നും കൂടെ മാർക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഈ പീസ് ഇതിന് നേർക്കായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാട് നമുക്ക് മറ്റേ പീസിലും വരും. അതൊന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും വീഡിയോയിൽ നന്നായിട്ടൊന്ന് കാണുന്നില്ല. അത് കറക്റ്റായിട്ട് ഇതേ ആ ഒരു മാർക്കിംഗ് തന്നെ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാൻഡ് പീസിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം മുതൽ താഴെ വരെ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 3.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 3.25 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/2 ഇഞ്ചും, 1/2 ഇഞ്ചല്ല, ഞാനിവിടെ 1/4 ഇഞ്ചിലാണ് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് തന്നെ കൊടുക്കുക. താഴെ നമുക്ക് 1/2 ഇഞ്ച് വേണം ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടെ ചേർത്തിട്ടാണ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ നല്ല കൂർന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴത്തായിട്ട് നമുക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം ആ പോയിൻറ്റ്സ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലെങ്ത് ആണ് നോക്കേണ്ടത്. ജോയിൻറ്റ് മുതൽ താഴെ വരെ 3.25 എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മുകളിലും താഴെയും ജോയിൻറ്റ് വരുന്നു. അതും കൂടെ കൂട്ടി 4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/4 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ പീസ് കട്ട് ചെയ്ത പീസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മെയിൻ ടഗിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കവിടെ കറക്റ്റ് ആ സെൻറ്ററിൽ എത്രയാണ് ലെങ്ത് കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഷേപ്പിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ കറക്റ്റ് വിഡ്ത്താണ്. ഇനി 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ പോയിന്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് കണ്ടോ, നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു ലൈനും കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതുപോലെ 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മിച്ചമുള്ള ക്ലോത്തിൻ്റെ പുറത്തായിട്ട് ഈ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് നമുക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വീതി കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ഇതുപോലെ സൈഡിൽ നമുക്ക് മിച്ചം വന്ന ക്ലോത്ത് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പീസ് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഷോൾഡറുമായിട്ട് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം മുതലാണ് നമുക്ക് ലെങ്ത് നോക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അത് പോയിട്ട് നമുക്ക് 1 ഇഞ്ച് നമുക്ക് സ്ലീവ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാനിവിടെ 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ വണ്ണമാണ് വേണ്ടത്. അതൊന്ന് നമുക്ക് നോക്കാം. 8 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 8 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ആ പോയിന്റിൽ വെച്ചിട്ട് 3.5 ഇഞ്ച് നമുക്ക് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ മുകളിലോട്ട് വളച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് 8 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടുന്നിടത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈവണ്ണം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 2 പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഈ ഷേപ്പിനെ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളത് ഫ്രണ്ടിൽ ഹുക്ക് വയ്ക്കാനും ഐ വയ്ക്കാനും വേണ്ടിയിട്ട് ഓരോ പീസ് വേണം. അതുപോലെ തന്നെ ബാക്കിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് വേണം. പിന്നെ നമുക്ക് നെക്കിലത്തേക്ക് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീതി വേണ്ടത് ബാക്കിലത്തേക്ക് വേണ്ടത് ഞാൻ 2 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ, ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഐ വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഐ വയ്ക്കാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കട്ടി കിട്ടും. ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത്തിലാണ് വേണ്ടതെന്ന് നോക്കണത്. അപ്പോൾ കറക്റ്റ് 8 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് എടുക്കുക. നമുക്ക് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ക്രോസ് ആയിട്ട് 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 1.25 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് വേണ്ടാത്ത പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കുറച്ച് സൈഡിൽ നിന്ന് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.